ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും നമ്മളോട് രണ്ടു വാക്ക് സംവേദിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ റെസ്പെക്റ്റഡ് ഡയറക്ടർ ഷൈജു സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള സമയങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് സുരേഷ് ഏട്ടനാണ് എന്നെ വിളിക്കുന്നത്. സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് സുരേഷ് ഏട്ടൻ്റെ നാടകങ്ങൾ കണ്ടു വളർന്ന ഒരാളാണ്. അന്തിക്കാട് സ്കൂളും പരിസരങ്ങളും ഒക്കെ അന്ന് സുരേഷ് ഏട്ടനാണ് നാടകം ചെയ്തിരുന്നത്. സീതയൊക്കെ സുരേഷ് ഏട്ടനല്ലേ ഡയറക്റ്റ് ചെയ്ത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് സീത, അതുപോലെ അരങ്ങത്ത് കുഞ്ഞന്മാർ, അത്തരം നാടകങ്ങളൊക്കെ കണ്ട് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അന്നുതൊട്ടേ നമുക്ക് സുരേഷനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അന്ന് സുരേഷനൊക്കെ വലിയ ചേട്ടന്മാരാ. അപ്പൊ നമ്മൾ കൊച്ചു കുട്ടിക്കായിട്ട് സുരേഷേട്ടന്റെ നാടകം കാണാനൊക്കെ ചെന്നിരിക്കുന്ന ഓർമ്മ നമുക്കുണ്ട്. എന്തായാലും സുരേഷേട്ടന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ആ ചടങ്ങ് നിർവഹിക്കാൻ പോവുകയാണ്. അപ്പൊ അത് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ഡയറക്ടറെ ക്ഷണിക്കുകയാണ്. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, മാറിക്കല്ലുമാലണിഞ്ഞ മോഹക്കന്മണി. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എൻ്റെ ചാരെ വന്നു നിന്നതെന്തിന്. മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എൻ്റെ ചാരെ വന്നു നിന്നതെന്തിന്. മിഴിയിണകൾ കുസൃതിയാലെ വിടർന്നതെന്തിന്, കൊലുസണിഞ്ഞ നഖശതങ്ങൾ വരച്ചതെന്തിന്. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. സൂര്യനാം പകർന്ന സ്വർണ്ണ പീലികൾ ചൂടി വന്നു ഭൂവിയിൽ നിറഞ്ഞു നിൽക്കവേ, ഇനിയൊരിക്കൽ നമ്മളൊന്നായി ചേരുമെങ്കിലോ, ആ നിമിഷം നിന്നിൽ നീ അലിഞ്ഞു ചേരുമോ. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ,
എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി